പ്രിയമുള്ള വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ക്യൂ സ്പോട്ടിലേക്ക് നിങ്ങൾക്ക് ഹൃദ്യമായ സ്വാഗതം. വിശുദ്ധ ഖുർആനിൽ നമ്മൾ വളരെ പ്രാധാന്യത്തോടു കൂടി പാരായണം ചെയ്യുന്ന ഒരു അധ്യായമാണ് സൂറ അൽ കഹ്ഫ്. ആ അധ്യായത്തിൻ്റെ ഒരു പ്രത്യേകത, മനോഹരമായ കുറേ കഥകൾ ആ അധ്യായത്തിൽ പരാമർശിക്കുന്നുണ്ട്. അതിൽ ഒരു കഥയിലേക്കാണ് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുന്നത്. രണ്ട് വ്യക്തികൾ, ഒരാൾ ദരിദ്രനായിരുന്നു, മറ്റേയാൾ ധനികനായിരുന്നു. ഈ ധനികനായ മനുഷ്യന് അള്ളാഹു 2 തോട്ടങ്ങൾ നൽകി അനുഗ്രഹിച്ചു. ഈ 2 തോട്ടങ്ങൾക്ക് ചുറ്റും ഈന്തപ്പനകളുണ്ടായിരുന്നു. കാണാൻ മനോഹരമായ ഒരു തോട്ടം. തോട്ടങ്ങൾക്കിടയിലൂടെ അരുവി ഒഴുകിയിരുന്നു. വിവിധങ്ങളായ പഴവർഗ്ഗങ്ങൾ അതിൽ നിന്ന് വിളവെടുത്തിരുന്നു. ഇങ്ങനെ എല്ലാം കൊണ്ടും മനോഹരമായ സമ്പന്നമായ 2 തോട്ടത്തിൻ്റെ ഉടമ. ഈ മനുഷ്യൻ തൻ്റെ സാധുവായ ചങ്ങാതിയോട് പറയുന്നുണ്ട്, ഞാൻ നിന്നേക്കാൾ സമ്പന്നനാണ്, നിന്നേക്കാൾ ആൾബലമുള്ളവനാണ് എന്ന്. അഹങ്കാരത്തിൻ്റെ വർത്തമാനമായിരുന്നു അത്. അപ്പോൾ ഈ സാധുവായ മനുഷ്യൻ തൻ്റെ ധനികനായ സുഹൃത്തിനോട് പറയുന്നുണ്ട്, നീ എന്തിനാണ് ഇങ്ങനെ അഹങ്കാരത്തിൻ്റെ സംസാരം നടത്തുന്നത്? നീ നിൻ്റെ തോട്ടത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ മാഷാ അല്ലാഹ് ലാ ഖുവ്വത ഇല്ലാ ബില്ലാഹ് എന്ന് എന്തുകൊണ്ട് പറയുന്നില്ല? അപ്പോഴും ഈ മനുഷ്യൻ ധിക്കാരത്തിൻ്റെ ഭാഷയിൽ സംസാരിച്ചു. അള്ളാഹു ഈ തോട്ടം നശിപ്പിക്കില്ല, ഒരിക്കലും തന്നെ ഈ തോട്ടം നശിക്കാൻ പോകുന്നില്ല, അന്ത്യനാൾ സംഭവിക്കുക തന്നെയില്ല. ഇനി അഥവാ അങ്ങനെ സംഭവിച്ചാൽ നാളെ പരലോകത്ത് ഇതിനേക്കാൾ മനോഹരമായ തോട്ടങ്ങൾ അള്ളാഹു എനിക്ക് നൽകുമെന്ന് ധിക്കാരത്തോടെ ഈ ധനികനായ മനുഷ്യൻ ഈ സാധുവായ സുഹൃത്തിനോട് പറയുകയാണ്. അപ്പോൾ ഈ സാധുവായ സുഹൃത്ത് തിരിച്ചു പറയുന്നുണ്ട്, നിൻ്റെ ഈ തോട്ടം നശിപ്പിച്ച് എനിക്ക് ധാരാളം അനുഗ്രഹങ്ങൾ നൽകാൻ അള്ളാഹുവിന് കഴിയും. അതിന് കഴിവുള്ളവനാണ് അള്ളാഹു എന്ന ഓർമ്മപ്പെടുത്തൽ ഈ ദരിദ്രനായ തൻ്റെ സുഹൃത്ത് ഈ ധനികനായ സുഹൃത്തിനെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. അയാൾ തോട്ടം നശിച്ചതായിട്ട് അയാൾ കാണുന്നു. തോട്ടം നശിച്ചത് കണ്ടപ്പോൾ ഈ സമ്പന്നനായ മനുഷ്യൻ പറഞ്ഞു, ഞാൻ ഷിർക്ക് ചെയ്യാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന്. പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഈ മനുഷ്യൻ പറയുന്നത്, തോട്ടം നശിച്ചപ്പോൾ ഇയാൾ പറയുന്നത്, ഞാൻ ഷിർക്ക് ചെയ്യാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഇവിടെ ഇയാൾ ചെയ്ത ഷിർക്ക് എന്താണ്? അയാൾ ഒരു വിഗ്രഹത്തെ പൂജിച്ചിട്ടില്ല, മരിച്ചുപോയ ഏതോ ഒരു മഹാത്മാവിനോട് വിളിച്ച് പ്രാർത്ഥിച്ചിട്ടില്ല. പിന്നെ എന്ത് ഷിർക്കാണ് ഇവിടെ സംഭവിച്ചത്? അയാൾ തന്നെ അത് ഏറ്റുപറയാണ്, ഞാൻ ഷിർക്ക് ചെയ്യാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഇവിടെ ധനപൂജയാണ്. പണമുണ്ടെങ്കിൽ എന്തുമാവാം, പണമാണെല്ലാം എന്ന് വിചാരിച്ചത്. ധനപൂജയെക്കുറിച്ചാണ് ആ വ്യക്തി തന്നെ സ്വയം പറയുന്നത്. അപ്പോൾ അള്ളാഹു നമുക്ക് നൽകുന്ന സമ്പത്ത്, അള്ളാഹു നമുക്ക് നൽകുന്ന ശക്തി, അതൊരു അനുഗ്രഹമായി മനസ്സിലാക്കി ധാരാളം അള്ളാഹുവിന് നന്ദി കാണിക്കുകയാണ് നമ്മൾ വേണ്ടത്. അഹങ്കരിക്കുകയല്ല. അള്ളാഹു തന്ന വിഭവങ്ങളിൽ നിന്ന് ഇല്ലാത്തവർക്ക് നൽകി നമ്മൾ നന്ദി കാണിക്കുകയാണ് വേണ്ടത്. അപ്പോഴാണ് അള്ളാഹു വീണ്ടും നമ്മെ അനുഗ്രഹിക്കുക എന്ന പാഠം ഈ കഥയിൽ നമ്മൾ പഠിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.